രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും അവരെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അസഹിഷ്ണുതയാണ്. ആ അസഹിഷ്ണുത എത്രത്തോളമാണ് എന്ന് കാണിച്ചു തരികയാണ് ഡോക്ടർ ഷക്കീൽ അഹമ്മദിന് സംഭവിച്ചിട്ടുള്ള വിഷയം. അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ടുള്ള ഉത്തരവിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് എന്ന് പറയുന്ന സമാധാന പാർട്ടി എന്ന് സ്വയം വീമ്പിളക്കുന്ന ഈ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന യാതൊരു തരത്തിലും രാജ്യസ്നേഹമില്ലാത്ത ഒരു വിദ്വാൻ, ആ വിദ്വാൻ ജനാധിപത്യ വിരുദ്ധനാണ് എന്നുള്ള ഒരു കാര്യം, ഒരു തിരിച്ചറിവ് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷക്കീൽ അഹമ്മദിനുണ്ടാകുന്നു. അദ്ദേഹം ഇക്കാര്യം യാതൊരു മറയുമില്ലാതെ മുഖത്ത് നോക്കി പറയുകയാണ്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ, അതായത് ഇതുവരെയും ആ രാഷ്ട്രീയ പാരമ്പര്യം പിന്തുടർന്നു പോന്ന നേതാവിന് തിരിച്ചു കിട്ടിയത് എന്താണ്? അതാണ് ഞെട്ടിക്കുന്ന കാര്യം. അദ്ദേഹത്തിന്റെ കോലം കത്തിക്കാനും അദ്ദേഹത്തെ ആക്രമിക്കാനുമുള്ള പദ്ധതി ഇടുന്നു. ഈ വിവരം അദ്ദേഹത്തിന് ചോർന്നു കിട്ടുന്നു. അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. അദ്ദേഹം മാത്രമല്ല, പലരും ഞെട്ടും. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് സമാധാന പാർട്ടിയാണ് എന്നൊക്കെ ആരാണ് പറയുന്നത്? കോൺഗ്രസ് ഉള്ളിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടുന്നത് അല്ലെങ്കിൽ ഒളിച്ചു കടത്തുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിദ്വേഷം തന്നെയാണ്. എന്നിട്ട് അവർ BJP വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്നു. BJP വർഗീയ പാർട്ടിയാണ്. BJP ഒരിക്കലും വർഗീയ പാർട്ടിയല്ല എന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയെ അപമാനിച്ചതിന് തൻ്റെ കോലം കത്തിക്കാൻ മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഷക്കീൽ അഹമ്മദ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നിസ്സാര വിഷയമല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു, ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആർജവമുള്ള ഒരു നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാൻ ചെല്ലുന്നു. നേരിട്ടത് അപമാനമാണ്. മുതിർന്ന അദ്ദേഹത്തോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവിനോട് കാണിക്കേണ്ട യാതൊരു തരത്തിലുമുള്ള മര്യാദകളും കാണിക്കാതെ രാഹുൽ ഗാന്ധി പെരുമാറുന്നു. രാഹുൽ ഗാന്ധി ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി എന്താണ് കരുതുന്നത്? അതിലുള്ള മൂടുതാങ്ങികളല്ലാത്ത എല്ലാ കോൺഗ്രസ് നേതാക്കളും തൻ്റെ കാൽച്ചുവട്ടിൽ വന്നുകൊണ്ട് ചെരുപ്പ് നക്കുമെന്നാണോ, ഷൂ നക്കുമെന്നാണോ കരുതുന്നത്? അങ്ങനെയല്ലാത്ത നേതാക്കളുണ്ട് എന്ന് ഇപ്പോൾ ഓരോരോ നേതാക്കളായിട്ട് തെളിയിക്കുകയാണ്. ഹിമന്ത എന്താണ് ചെയ്തത്? അദ്ദേഹം നേരെ BJPയിലേക്ക് വരുന്നു. ഇന്ന് അസം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഏറ്റവും ആർജവത്തോടു കൂടി അസമിലെ ഓരോ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവായി ജാഗ്രതയോടെ അദ്ദേഹം ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഡോക്ടർ ഷക്കീൽ അഹമ്മദിന് പറ്റിയത്, ഒരു തെറ്റ് പറ്റി എന്ന് തോന്നുന്നത് ഒറ്റ കാര്യമാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് മറ്റൊരു രീതിയിലേക്കും BJPയെ പോലുള്ള ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം ചേക്കേറിയില്ല എന്നുള്ളതാണ്. ചേക്കേറിയില്ല എന്നുള്ളതൊരു തെറ്റായി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളാണ് മുഖത്ത് നോക്കി വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിമർശനം ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം മ്ലേച്ഛനാണോ രാഹുൽ ഗാന്ധി? അത്തരത്തിൽ മ്ലേച്ഛനായിട്ടുള്ള ഒരാളാണോ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്? ഒരു പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഒരുപക്ഷെ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ഒരു പക്ഷേയല്ല, രാജ്യത്തിന് വേണ്ടി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയും രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രൂക്ഷമായ രീതിയിൽ വിമർശനം നേരിടേണ്ടി വരും. ആ വിമർശനം നേരിടാൻ കഴിയാതെ എല്ലാവരെയും തൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് അടയിരുത്താനായിട്ട് കഴിയുമെന്നാണോ രാഹുൽ ഗാന്ധിയും കുടുംബവും കരുതിയത്? നാട് മാറി, ജനം മാറി, ജനത്തിൻ്റെ മനസ്സ് മാറി. നേതാക്കൾ പോലും അവിടെ നിന്ന് അസംതൃപ്തരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് തന്നെയാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഡോക്ടർ ഷക്കീൽ അഹമ്മദിന് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയ കാര്യം, ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയി, അതിന് നിങ്ങൾ പറയുന്നു, അതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. കാരണം ഈ പറയുന്നതും ചെയ്യുന്നതും ശരിയായ രീതിയല്ല. ഒരു പാർട്ടി വിട്ടുപോയാൽ, അല്ലെങ്കിൽ CPM ആണോ, CPMൻ്റെ ഘടനയാണോ കോൺഗ്രസിന്?
പാർട്ടി വിട്ടാൽ കുലം കുത്തി, പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക, അവരെ ഇല്ലാതെയാക്കുക. ഓ, നിങ്ങൾ ഇന്ത്യ സഖ്യമൊക്കെ ആണല്ലോ, ഒരു പക്ഷേ ആ ഒരു വേവ് ലെങ്ത് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു നീക്കത്തിന്, ഇത്തരത്തിലൊരു ആഹ്വാനത്തിന് മുതിരുന്നത് പോലും. ഷക്കീൽ അഹമ്മദ് ചോദിക്കുകയാണ്, ഇത്തരത്തിൽ എനിക്കെതിരെ പടയൊരുക്കം നടത്തുന്നതിൻ്റെ ഒരു ആഹ്വാനമുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി അറിയാതെ ആയിരിക്കുമോ എന്ന് ഞാൻ വിശ്വസിക്കണമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് ഈ പാർട്ടി ഇപ്പോൾ ഏത് രീതിയിൽ അധപ്പതിച്ചിരിക്കുന്നു, നിലം പതിച്ചിരിക്കുന്നു, ഏത് രീതിയിൽ എതിരാളിയായി നിൽക്കുന്നവന് നേരെ പെരുമാറും എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകുന്നത്. നോക്കൂ, ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ വിദ്വാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി നാവ് അനക്കിയിട്ടുണ്ടോ? ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? പാർലമെന്റിൽ ഈ കാണിക്കുന്ന കോക്കിരികളല്ലാതെ എന്താണ് കാണിക്കുന്നത്? എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്? പ്രതിപക്ഷത്ത് ഇരിക്കുക എന്ന് പറയുന്നതിനും ഒരു അഭിമാനമുണ്ട്. ആ അഭിമാനം പോലും കളഞ്ഞു കുളിക്കുകയാണ്. നോക്കൂ, ശക്തനായ ഒരു ഭരണാധികാരി ഇരിക്കുന്നു, ഭരണം നടത്തുന്നു. ആ ഭരണത്തിന് എതിരെ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അത് നിങ്ങൾ ചെയ്തില്ല, അത് വിമർശനാത്മകമായി ചൂണ്ടിക്കാണിക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ രാജ്യം വളരുമ്പോൾ രാജ്യം വളരുന്നില്ല എന്നുള്ളത് നാഴികയ്ക്ക് 40 വട്ടം വിദേശ രാജ്യങ്ങളിലടക്കം പോയി പ്രസംഗിക്കുന്ന ഈ വിദ്വാൻ ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണോ ചെയ്യുന്നത്? പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്കടക്കം രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണെന്ന് ഷക്കീൽ അഹമ്മദ് ചൂണ്ടിക്കാണിച്ചു. അവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് നെഞ്ചുവേദന ഉണ്ടായത്. ആ കുടുംബത്തിന്, കുടുംബ പാർട്ടിക്ക്, അത്രത്തോളം ചെറുതായി പോകുന്ന ആ വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ആ പാർട്ടിക്ക്, ആ പാർട്ടിയുടെ നേതാക്കൾക്ക് മനസ്സ് നൊന്തത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം എന്താണ് എന്നുള്ളത് ആ പാർട്ടി മനസ്സിലാക്കേണ്ടതാണ്. പാർട്ടിക്ക് എവിടെ പാളിച്ച പറ്റി അത് ഒരു മുതിർന്ന നേതാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയാണോ? അങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ചില പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടോ? അത് തിരുത്തേണ്ടതാണെങ്കിൽ ഞാൻ തിരുത്തും എന്ന് പറയാനുള്ള ആർജവമോ മനസ്സാന്നിധ്യം, മനക്കട്ടിയോ ഒന്നുമില്ല. മനക്കട്ടിയില്ലായ്മയല്ല, അത് ഉൾക്കൊള്ളാനുള്ള പാകത ഇല്ല. തിരിച്ച് ഈ പറഞ്ഞത് ഇന്ത്യ വിരുദ്ധതയാണെങ്കിൽ നോക്കൂ, കൈകൊട്ടി ആഘോഷിക്കും. ഡോക്ടർ ഷക്കീൽ അഹമ്മദിനെയൊക്കെ പൂവിട്ട് ആദരിക്കും ഈ പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഒക്കെ. ഈ രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ഇനി ചേക്കേറാൻ പോകുന്നത്, അതായത് ഷക്കീൽ അഹമ്മദ് എന്ന് പറയുന്ന നേതാവ് ചേക്കേറാൻ പോകുന്നത് BJP ആണെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ദിശാബോധം ഈ സമയത്തുണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാജ്യം വളരുന്നതിനൊപ്പം, രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം നീങ്ങാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അതിനൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഉത്തമം. ഈ പാർട്ടി എന്നും വിടുവായുത്തം പറയുന്ന രീതിയിൽ നമ്മൾ പറയും പപ്പുവിന് ബുദ്ധിയില്ല എന്നുള്ളത്. ഒരിക്കലുമല്ല, അതിബുദ്ധിയാണ്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കൊപ്പം ചേർന്നുകൊണ്ട് നാടകങ്ങൾ കളിച്ചുകൊണ്ട് ചില അജണ്ടകൾ, ചില പ്രൊപ്പഗാൻഡകളൊക്കെ നടപ്പിലാക്കാനുള്ള താല്പര്യങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് എവിടേക്കാണ് മുങ്ങുന്നത്? ചില ആരോപണങ്ങൾ, വിമർശനങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ അഴിച്ചു വിട്ടുകൊണ്ട് പിന്നീട് രാഹുൽ ഗാന്ധിയെ കാണില്ല. ചില യാത്രകൾ നടത്തും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷക്കീൽ അഹമ്മദിനെ ഇല്ലാതെയാക്കാൻ അദ്ദേഹത്തിനെതിരെ വലിയൊരു പടപ്പുറപ്പാടിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയേണ്ടി വരും. അത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് ഇദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.